എനിക്കൊന്നും പറ്റില്ല എൻ്റെ ഹസ്ബൻഡിനെ ഇങ്ങനെ വിട്ടുകൊടുക്കാനും ഇങ്ങനെ കാര്യങ്ങൾ ചെയ്യിക്കാനായിട്ട് കണ്ടിരിക്കാൻ പറ്റില്ല. അത്രയ്ക്ക് എക്സ്പീരിയൻസ് ബിയോണ്ട് എക്സ്പെക്ടേഷൻസ്. നോട്ട് സ്റ്റോറി ആയിട്ടൊന്നും നമുക്ക് ജീവിതം തന്നെയാണ്. അത് നമുക്ക് അങ്ങോട്ട് ഫേസ് ചെയ്യാൻ നമുക്ക് തന്നെ ഭയങ്കര ബുദ്ധിമുട്ട്. അത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഉള്ള ഫീലിങ്സ് തന്നെ അതിനെ ഫേസ് ചെയ്തോടെ എന്തായിരിക്കും എന്നുള്ളത് നമുക്ക് പറയാൻ പോലും പറ്റുന്നില്ല. ഭയങ്കര വണ്ടർഫുൾ. വാക്കുകളില്ല. അത് തന്നെ അതോട് ഞാൻ അമ്മയോട് പറയാൻ പറഞ്ഞേ. ഭയങ്കര സിനിമയാണ്, കണ്ടിരിക്കാൻ കുറച്ച് മനക്കെട്ടി വേണം. അടിപൊളി. ഓക്കെ, എങ്ങനെ ഒരു ഓസ്കാർ ലെവൽ ഓഫ് ആക്ടിംഗ് പൃഥ്വിയിൽ നിന്ന് നമുക്ക് ആക്ടിങ് വളരെ അമേസിങ്, വളരെ ഒരു ഡെഡിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് പോലും എൻ്റെ ഒന്നും അനുഭവത്തിൽ ആരും പറയാനില്ല. ബിയോണ്ട് വേർഡ്സ്. ആ ട്രാൻസ്ഫോർമേഷൻ ഒക്കെ സിനിമയ്ക്കകത്ത് കാണാനായിട്ട് നോ വേർഡ്സ്, ഒന്നും പറയാൻ പറ്റുന്നില്ല, അത്രയും ഗംഭീരം. അതിന് ഒരു എന്താ പറയാ, അതില് എങ്ങനെയുണ്ട്? സൂപ്പർ. ഓസ്കാർ ലെവൽ ഓഫ് ആക്ടിംഗ് ഉണ്ടോ പൃഥ്വിയുടെ? സൂപ്പർ. കരഞ്ഞുപോയി, കുഞ്ഞു വരെ കരഞ്ഞു. നല്ലായിരുന്നു, നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. പൃഥ്വിയുടെ കാര്യം പറയണ്ട, ഭയങ്കര ഡെഡിക്കേഷൻ ആയിരുന്നു. പ്രതീക്ഷിക്കുന്ന ഒരു സമയത്ത് അതിൻ്റെ ആ ഒരു ഫുൾ ഇമ്പാക്റ്റ് നമുക്ക് അപ്പം കാണാൻ പറ്റും, എത്ര ഡെഡിക്കേഷൻ ആയിട്ട് ചെയ്തത്. പിന്നെ മൂവി സിനിമാറ്റോഗ്രാഫി എല്ലാം ട്രെയിലറിൽ കണ്ട പോലെ വളരെ സൂപ്പറായിരുന്നു. മ്യൂസിക് എങ്ങനെയുണ്ട്? മ്യൂസിക് നല്ലായിരുന്നു. മോസ്റ്റ്ലി അത് ഫുൾ സൈലന്റ്, ആ മരുഭൂമിയുടെ ആ നിഗൂഢത കാണിക്കുന്നത് ആ സൈലന്റിലൂടെ ആയിരിക്കും. അപ്പം ഓസ്കാർ ലെവൽ ഓഫ് ആക്ടിംഗ് ഇപ്പം നമുക്ക് സിനിമ കണ്ടിട്ട് ഇറങ്ങി, അപ്പം എങ്ങനെ തോന്നുന്നു? ഓസ്കാർ ലെവൽ ഓഫ് ആക്ടിംഗ് ഉണ്ടോ? ആക്ടിംഗ് ഉണ്ട്, അത് എഡ്യൂക്കേഷൻ തന്നെ കൊടുക്കണം അവാർഡ്. അപ്പോൾ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ കുറെ ചെറുതൊക്കെ ഒരു നബീലിന്റെ കാര്യമുണ്ട്, വായിച്ചവർക്കറിയാം, ആട്ടിൻകുട്ടിയുടെ അത് പക്ഷെ അതിനകത്ത് വന്നിട്ടില്ല. അപ്പൊ അതിനൊരു നിരാശയുണ്ട്. പക്ഷെ അല്ലാതെ സിനിമ സൂപ്പറാണ്. സൂപ്പർ, നല്ല പടം. പൃഥ്വി എങ്ങനെയുണ്ട്? പൃഥ്വി ഡിഫറെൻ്റ് ആണ് എല്ലാ സിനിമകളിൽ നിന്നും. പിന്നെ അദ്ദേഹത്തിൻ്റെ നേരത്തെ അഭിനയിച്ച സിനിമകളിൽ നിന്നൊക്കെ ഒരുപാട് വ്യത്യസ്തം. അടിപൊളിയാണ്. അങ്ങനെയുണ്ട്. ഓക്കെ, പൃഥ്വി എങ്ങനെയുണ്ടായിരുന്നു? ഭയങ്കര ഡെഡിക്കേഷനാണ്, നമുക്ക് സിനിമ കാണുമ്പോൾ മനസ്സിലാവും. പിന്നെ ഞാൻ അത് ബുക്ക് വായിച്ചിട്ടില്ല, ബുക്ക് വായിച്ചവർക്ക് കുറച്ചുകൂടെ റീഡ് ചെയ്യാൻ പറ്റും. എന്നാലും നല്ലൊരു അനുഭവമാണ്. ഓക്കെ, അതൊരു റിയൽ ലൈഫ് സ്റ്റോറിയാണ്. ആ റിയൽ ലൈഫ് സ്റ്റോറി നമ്മൾ ബിഗ് സ്ക്രീനിൽ കാണുമ്പോഴത്തേക്കും ഒരു ഡയറക്ടറിന്റെ അതുപോലെ തന്നെ ആക്ടേഴ്സിന്റെ ഒക്കെ കോൺട്രിബ്യൂഷൻസ് ഒരുപാടുണ്ട്. അപ്പം എത്രമാത്രം അത് ഫീൽ ചെയ്യാൻ നമുക്ക് ശരിക്കും ഫീൽ ചെയ്യും. നമുക്ക് അത് ഒരു അനുഭവിച്ച ഒരാളുടെ പോലെ നമുക്കത് ഫീൽ ചെയ്യും. നമ്മൾ ആ മരുഭൂമിയിൽ അവിടെ അകപ്പെട്ട് പോയെന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യുന്നു. എങ്ങനെയുണ്ട് മൂവി? എങ്ങനെയുണ്ട്? നന്നായിട്ട് വന്നിട്ടുണ്ട്, നല്ല മൂവിയാണ്. ഒരു അത്രയും വർഷം ഇതിൻ്റെ ഒരു സ്ട്രഗിളിൻ്റെ എല്ലാ റിസൾട്ടും ഉണ്ട് അതിനകത്ത്. ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. പൃഥ്വിരാജ് സാറായാലും അതിനകത്ത് ചെയ്ത പ്ലസ് സാർ വളരെ നന്നായിട്ട് കൺസീവ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇനി ഓഡിയൻസ് എല്ലാവരും പറട്ടെ, എനിക്ക് ഭയങ്കരമായിട്ട് വാക്ക്. നമ്മുടെ ഒരു റിയൽ ലൈഫ് സ്റ്റോറിയാണ്, നജീബ് ഖാന്റെ റിയൽ ലൈഫ് സ്റ്റോറിയാണ്. അപ്പൊ അത് ബിഗ് സ്ക്രീനിൽ കാണുമ്പോഴത്തേക്ക് ഒരു മലയാളി എന്ന നിലയ്ക്ക് എങ്ങനെ തോന്നുന്നു? നമുക്ക് തുടക്കം മുതൽ ശ്വാസം മുട്ടലായിരുന്നു. കാരണം ഈ ഒരു പുള്ളി പോകുന്ന ആ ഒരു ജേർണിയിലൂടെ നമ്മൾ കടന്നു പോകുമ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് അത് ചെയ്തിട്ടുണ്ട്. ഭയങ്കരമായിട്ട് ഞാൻ പറയാം, ഭയങ്കര സഫോക്കേഷൻ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ തുടങ്ങിയപ്പോൾ തന്നെ ഇതെപ്പോൾ തീരും എന്നുള്ളൊരു സാധനമാണ്. പിന്നെ നമുക്ക് പടത്തിലേക്ക് ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ പടത്തിൽ നമ്മൾ ഇന്നാവും. പിന്നെ അത് ഗംഭീരമായിട്ട് തന്നെ കൺസീവ് ചെയ്ത് വന്നിട്ടുണ്ട്. ഒരുപാട് ഇഷ്ടപ്പെട്ടു, ഭയങ്കര നന്നായിട്ട് വന്നിട്ടുണ്ട്. സെക്കൻഡ് ഹാഫിലാണ് ആ ഒരു ഡെഡിക്കേഷൻ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവുന്നത്. നമ്മൾ ഇത്രയും പ്രതീക്ഷയില്ല പൃഥ്വിരാജിൽ നിന്നുള്ള ഒരു ഡെഡിക്കേഷൻ. നോർമലി നമ്മൾ ആ വീഡിയോസും യൂട്യൂബിലൊക്കെ കാണുകയാണെങ്കിലും പൃഥ്വിരാജിൻ്റെ പല ഓഡിയോ ലോഞ്ചിനൊക്കെ വന്നപ്പോൾ പറഞ്ഞ പോലെ ഒന്നും ആയിരുന്നില്ല. സെക്കൻഡ് ഹാഫ് കണ്ടപ്പോൾ ശരിക്കും ഭയങ്കര ഒരു കയ്യടി വന്നു അവിടെ, ഭയങ്കരമായിട്ട്. സെക്കൻഡ് ഹാഫ് ഫസ്റ്റ് ഹാഫിലൊക്കെ ആദ്യത്തെ ഒരു 20 മിനിറ്റൊക്കെ അടുത്തിരുന്ന ഒരു കാര്യം പറഞ്ഞുകൊണ്ടിരുന്ന പോലെ സെക്കൻഡ് ഹാഫിലൊക്കെ അവന്മാരെ കണ്ണൊക്കെ ഭയങ്കരമായിട്ട് നിറഞ്ഞു. അതൊക്കെ കണ്ടപ്പോൾ ഭയങ്കര വിഷമമായി പോയി. സിനിമ വേറൊരു ലെവലിലേക്ക് സെക്കൻഡ് ഹാഫ് കൊണ്ടുപോയി. തീർച്ചയായിട്ടും. ഓക്കെ, എങ്ങനെയുണ്ടായിരുന്നു മൊത്തത്തിൽ ഒരു ഓസ്കാർ ലെവൽ ഓഫ് ആക്ടിംഗിലേക്ക് തന്നെ നമുക്ക് പറയാനായിട്ട് പറ്റുമോ പൃഥ്വിയിൽ നിന്ന്? അതായത് കൂടുതൽ ഡയലോഗ്സ് കാര്യങ്ങളല്ലല്ലോ, നോവലല്ലേ നമ്മൾ വായിച്ചിട്ടുള്ളതല്ലേ. അപ്പോൾ ആ നോവൽ കണ്ടിറങ്ങുന്ന ഒരാൾക്ക് ആ നോവൽ വായിച്ചപ്പോൾ പോലും ഇത്രയും അങ്ങോട്ട് പ്രതീക്ഷിക്കില്ല. ആ രീതിയിലാണ് ചെയ്തു വെച്ചേക്കുന്നത്. ആ പൃഥ്വിരാജ് മാത്രമല്ല, ഇതിൻ്റെ അകത്ത് ചിലരൊക്കെ മരണവും വേർപാടൊക്കെ ഭയങ്കരമൊക്കെ വേദനിപ്പിക്കുന്ന ഒരു രീതിയിലാണ്. നമുക്ക് ഒരു വല്ലാത്ത വിഷമം തോന്നും. നമ്മുടെ അച്ഛന്മാരൊക്കെ ഗൾഫിലാണെങ്കിലേ ഉറപ്പായിട്ടും കരഞ്ഞു പോകും. അമലാപോളിന് കുറച്ച് സീനേ ഉള്ളൂ, പക്ഷേ നല്ല രീതിയിൽ ഗംഭീരമായിട്ട് അത് ചെയ്തിട്ടുണ്ട്. ആ ഒരു കെമിസ്ട്രി, ലവ് ഒക്കെ കിഡിലായിട്ട് അത് ചെയ്തു വെച്ചിട്ടുണ്ട്. അത് കാണുമ്പോൾ ഒരു വല്ലാത്തൊരു കൊള്ളാം. എല്ലാവരും നല്ല രീതിയിൽ തന്നെയാണ് ആക്ട് ചെയ്തിട്ടുള്ളത്. നല്ല മേക്കിംഗ് ആണ്. സിനിമാറ്റോഗ്രാഫിയും മ്യൂസിക്കും ഒക്കെ എങ്ങനെയുണ്ട്? നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. നല്ല രീതിയിൽ നമുക്ക് ആ ഒരു പെരിയോനെ എന്ന് പറഞ്ഞ ഒരു സോങ് ഇല്ലേ, അതാണെങ്കിൽ നമ്മൾ യൂട്യൂബിലൊക്കെ കണ്ടിട്ടുണ്ടെങ്കിലും അത് കിടിലമായിട്ടാണ് ചെയ്തേക്കുന്നത്. ഇതിൻ്റെ അകത്ത് ആഫ്രിക്കക്കാരനായിട്ട് അഭിനയിച്ച ഒരാളില്ലായിരുന്നു, പുള്ളിയുടെ പെർഫോമൻസ് കിടിലമാണ്. പുള്ളിയെ കണ്ടു കഴിഞ്ഞാൽ അതുപോലൊരു സുഹൃത്ത് വേണമെന്ന് തോന്നിപ്പോവും. അപ്പോൾ അതൊക്കെയാണ് ഭയങ്കരമായിട്ട് തോന്നിയത്. തീർച്ചയായിട്ടും പെർഫോമൻസ് കിടിലാണ്, സംസാരവും രീതിയിലും. അപ്പോൾ വെള്ളം കുടിക്കാതിരിക്കുമ്പോൾ തൊണ്ട വരളത്തില്ലേ, അപ്പോൾ ഉണ്ടാവുന്നുള്ള ആ ഒരു ബുദ്ധിമുട്ടുണ്ടല്ലോ സംസാരിക്കാനുള്ള. അപ്പോൾ കുറേ ദിവസങ്ങളായിട്ട് വെള്ളം കുടിക്കാതിരിക്കുന്ന ആൾക്കുണ്ടാവുന്ന ആ ഒരു എന്താ പറയുക, വോയിസ് മോഡുലേഷനൊക്കെ കിടിലമായിട്ടാണ് ചെയ്തു വെച്ചേക്കുന്നത്. നല്ല പെർഫോമൻസാണ്. പൃഥ്വിരാജിൻ്റെ കരിയറിൽ പറയുകയാണെങ്കിൽ നമ്മൾ
കരഞ്ഞു പോകും. അടിപൊളി പടം. കരഞ്ഞു പോയി. കരഞ്ഞു ഇത് നല്ല മൂവി. നല്ല മൂവി എങ്ങനെയുണ്ട്? അടിപൊളി എങ്ങനെയുണ്ട് മൂവി? മൂവി എങ്ങനെയുണ്ട്? മൂവി നല്ല മൂവിയായിരുന്നു. നല്ല മൂവിയാണ്. നമ്മുടെ ഒരു റിയൽ ലൈഫ് സ്റ്റോറിയാണ്. അപ്പൊ അത് ബിഗ് സ്ക്രീനിലേക്ക് എത്തുമ്പോഴത്തേക്കും എങ്ങനെയുണ്ട്? നന്നായി ചെയ്തിട്ടുണ്ട്. നന്നായി ചെയ്തിട്ടുണ്ട്. പൃഥ്വി എങ്ങനെയുണ്ട്? അടിപൊളിയാണ്. പൃഥ്വി എങ്ങനെയുണ്ട്? പുള്ളിക്കാരൻ നമ്മൾ ഇതുവരെയും വിചാരിച്ച ഒരാളല്ല. പൃഥ്വിരാജ് നമ്മൾ വിചാരിക്കുന്ന ഒരാളല്ല. പുള്ളിയുടെ അഭിനയം കിടിലമാണ്. നമ്മൾ അതിനകത്ത് കാണാത്ത കാഴ്ചകൾ കുറേ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിനകത്ത് ഇടയ്ക്ക് വെച്ചൊരു സീനൊക്കെ ഭയങ്കര സംഭവം. അത് കാണാണ്ടിരിക്കേണ്ട തന്നെയാണ്. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ല. ഓൾറെഡി നിങ്ങളും കണ്ടായിരുന്നു. ഇത്ര വർഷത്തെ ആ ഒരു ഹാർഡ് വർക്കിന്റെ ആ ഒരു ഫുൾ ക്രൂവിന്റെ ഹാർഡ് വർക്കിനുള്ള എല്ലാം ഉണ്ട്. അടിപൊളിയാണ്. കാരണം ഇത് കണ്ടിറങ്ങിയ 99 പേരും ഭയങ്കര ഹാപ്പി ആയിട്ട് ചിരിച്ചല്ല വന്നത്. ഇമോഷണലി വന്നത്. അടിപൊളി.